ഇത് നോക്കാം. എന്താണ് ആദ്യം വരുന്നത്? ഡോമിനോ സീമോസ് അല്ലേ? എന്താണ് ഡോമിനോ സീമോസ്? ഡോമിനോ സീമോസ് നമ്മൾ വരച്ചില്ലേ ഇപ്പം സീമോസൊക്കെ, അതിൽ എൻമോസ് സെക്ഷനാണ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചത്, ഓർമ്മ ഉണ്ടോ? എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് പാരലായിരിക്കും അല്ലെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പിമോസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ഒരു സർക്യൂട്ട് സെയിം ആണ്. അതായത് ഈ ഒരു സർക്യൂട്ട്, ഇത്രയും ഒരു സർക്യൂട്ട് എല്ലാത്തിലും സെയിം ആണ്. ഇത്രയും ഇവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. നമ്മൾ എങ്ങനെയാണോ സീമോസിൽ നമ്മൾ എൻമോസിൻ്റെ സെക്ഷൻ വരയ്ക്കുന്നത് അതുപോലെ ഇവിടെ വരയ്ക്കുക. ബാക്കി ഇതിൽ ഓരോന്നിനും ഓരോ രീതിയാണ്. ഇപ്പം ഡോമിനോ സീമോസിന് ഇവിടെ ഒരു പിമോസ് ഉണ്ട്, ഇവിടെ ഒരു എൻമോസ് ഉണ്ട്. അതിൻ്റെ നടുക്കായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ച സീമോസിൻ്റെ ആ ഒരു എൻമോസിൻ്റെ സെക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, എന്തെങ്കിലും എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇത് നോക്കാം. ഈ ഒരു സാധനം ഡോമിനോ നാൻഡ് അല്ലെങ്കിൽ നാൻഡ് എടുക്കാം. ഡോമിനോ നാൻഡ് എടുക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ ആദ്യം എൻമോസ് സെക്ഷൻ വരയ്ക്കുകയാണ്. നാൻഡിൻ്റെ എക്സ്പ്രഷനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. എന്തോന്നോ y = a + b. സോറി, നാൻഡ് ആണ്, നോർ അല്ല. ഇതാണ് നാൻഡ്. y = a.b ബാർ. ഇനി അത് വരയ്ക്കാൻ നോക്കാം. ഇത് രണ്ടും എന്തോന്നാണ് പ്രോഡക്റ്റ്, അതുകൊണ്ട് സീരീസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഇവിടെ എയും കൊടുത്ത് ഇവിടെ ബിയും കൊടുത്ത് തന്നെയല്ലോ. അപ്പോൾ എൻമോസിൻ്റെ സെക്ഷൻ തീർന്നു. ഇതാണ് ഇതല്ലേ സംഭവം, എൻമോസിൻ്റെ സെക്ഷൻ തീർന്നത്. ഇനി ഡോമിനോയുടെ കാര്യമാണ്. എന്ത് ചെയ്യണം? ഈ എൻമോസിൻ്റെ ഇവിടെ നിന്ന് വീണ്ടും ഒരു എൻമോസ് സെക്ഷൻ കൊടുത്ത് ഗ്രൗണ്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഒരു പിമോസ് സെക്ഷൻ കൊടുത്ത് ഇവിടെ VDD കൊടുക്കുക. എന്നിട്ട് ഒരു പിമോസ് സെക്ഷൻ, എന്നിട്ട് ഇതും നിന്ന് ഒരു ക്ലോക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക. ഒരു കപ്പാസിറ്റർ, അത് ഗ്രൗണ്ട് CN. നമുക്കിവിടെ എന്തോന്ന് കിട്ടും? AB ബാർ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് AB കിട്ടും. ഓക്കെ, ഒരു കപ്പാസിറ്റർ, ഇതുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ആകെപ്പാടെ എന്തോന്ന് വ്യത്യാസം? സാധനം എന്താണ്? നമ്മൾ എൻമോസ് സെക്ഷൻ വരച്ചിട്ട് അതിൻ്റെ താഴെ ഒരു എൻമോസ് വരയ്ക്കുക, എന്നിട്ട് ഗ്രൗണ്ട് വരയ്ക്കുക. ആ ഒരു നമ്മൾ വരച്ചതിൻ്റെ സെക്ഷന് മുകളിൽ ഒരു പിമോസിൻ്റെ ഇത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെയും ഇതിൻ്റെയും എടുത്ത് ഒരു ക്ലോക്കിലേക്ക് കൊടുക്കുക, ഒരു ക്ലോക്ക്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളൂ ഡോമിനോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ചെയ്ത് നോക്കാം. ഡോമിനോ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നു അല്ലേ? എന്താണ് PQ അല്ലേ? PQ + R of S + T. ഇത് നോക്കുക, എന്താണ് പ്രോഡക്റ്റാണ്. സോ സീരീസ്. ഈ ഒരു സെക്ഷൻ നോക്കുക, എന്താണ് അഡീഷൻ. സോ പാരലൽ. ഈ ഒരു സെക്ഷനും
ഇതും തമ്മിൽ എന്താണ് പ്രോഡക്റ്റാണ്. സോ സീരീസ് അല്ലേ. അതായത് എൻമോസിൻ്റെ സെക്ഷൻ ഇങ്ങനെ വരയ്ക്കാം. എന്താണ് ഇത് പി ക്യു, ഇത് പി ഉണ്ട്, ഇത് ക്യൂ ഉണ്ട്. ഇവിടെ ആറല്ലേ, നമുക്കറിയാം ഇത് എസ് ആണെന്ന് അറിയാം, ഇത് ടി ആണെന്ന് അറിയാം. അത് രണ്ട് പാരലാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സീരീസ് ആയിട്ടാണ് ആറ് വരുന്നത്. രണ്ടിൻ്റെയും സീരീസ് ആയിട്ട് ഒരു ആറ് വരച്ചു. അപ്പം എൻമോസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ്. അപ്പം ഡോമിനോണ് നമ്മൾ ഇപ്പം വരയ്ക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു എൻമോസ് സെക്ഷൻ വരയ്ക്കുക. എൻമോസാണ്, എൻമോസ് വരയ്ക്കുക, ഒരു ഗ്രൗണ്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു പി മോസ് സെക്ഷൻ വരയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇവിടേക്ക് ഇവിടെ ഒരു ക്ലോക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക. സോറി, ഓക്കെ. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഇത് കൊടുക്കാൻ മറക്കല്ലേ, വീഡിയോ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് പി ക്യൂ പ്ലസ് ആർ ഓഫ് എസ് പ്ലസ് ടി ഹോൾ ബാർ. ഇവിടെ കിട്ടുന്നതോ ഇതിൻ്റെ ഡബിൾ കോംപ്ലിമെൻറ്റ്. അപ്പം ഇതിൻ്റെ നോർമൽ കിട്ടും. ഈ സാധനം തന്നെ പി ക്യൂ പ്ലസ് ആർ ഓഫ് എസ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ബാറൊന്നും ഇല്ലാതെ, ഹോൾ ബാറൊന്നും ഇല്ലാതെ കിട്ടും. കാരണം വീണ്ടും ഒരു ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ സെയിം സാധനമല്ലേ ഇത്. ഓക്കെ, അപ്പം അതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഇതുപോലെയാണ് എല്ലാം. അതേ സംഭവം എന്തുമായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ എൻമോസിൻ്റെ ആണെങ്കിൽ, എൻമോസിൻ്റെ ഇതിൽ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഒരു എൻമോസ് ഷോർട്ട് ചെയ്യുക. കണ്ടോ, ഷോർട്ട്. എന്നിട്ട് അതിൻ്റെ താഴെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. സംഭവം നേരത്തെ വരച്ച പിമോസിൻ്റെ നേരത്തെ വരച്ച എൻമോസിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അത് വരച്ചാൽ മതി. ഇപ്പോൾ ഇവർ പറയാണ് എന്തുവാ, നാൻഡ് വരയ്ക്കാൻ പറഞ്ഞു, എൻമോസ് നാൻഡ് വരയ്ക്കാൻ പറഞ്ഞു, എൻമോസ് നാൻഡ് വരയ്ക്കാൻ പറഞ്ഞു. നാൻഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, നാൻഡിൻ്റെ എക്സ്പ്രഷൻ y = AB ബാർ അല്ലേ. ഇതല്ലേ നാൻഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പം ഇത് എന്താണ്, ഇത് സീരിയസ് ആയിട്ടാണ്. അതായത് ഇത് പ്രോഡക്റ്റാണ്. സോ എൻമോസിൽ വരയ്ക്കുമ്പോൾ സീരിയസ് ആയിട്ട് വരയ്ക്കണം. സോ എന്താണ്, സീരിയസ് ആയിട്ട് വരച്ചു. ഇവിടെ എയും ഇവിടെ ബിയും. എന്നിട്ട് അത് എന്താണ്, എൻമോസ് നാൻഡ് എന്നാണ് പറയുന്നത്. എൻമോസ് നാൻഡ് അല്ലേ. എൻമോസ് നാൻഡ് ആകുമ്പം എന്താണ്, ഇത് ഗ്രൗണ്ട് ചെയ്യുക. എന്നിട്ട് അപ്പം ഇവിടെ നിന്ന് ഇവിടേക്കൊരു ഇത് ഷോർട്ട് VDD. എന്നിട്ട് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ ആയില്ലേ, നമുക്ക് എന്നത് കിട്ടി, AB ബാർ കിട്ടി. ഓക്കെ, ഇനി ഇതാണെങ്കിലോ PMOS ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യുക. സെയിം സാധനം, ഈ സെയിം സാധനം എടുത്തിട്ട് ഒരു മിനിറ്റ്,
ഈ സെയിം സാധനം ഇവിടെ കൊണ്ടുവച്ചാലുണ്ടല്ലോ, എന്നിട്ട് ഇത് ഗ്രൗണ്ട് ചെയ്താലുണ്ടല്ലോ, ഇതെന്തായി? പിമോസ് നാൻഡായി. കണ്ട? അത്രേ ഉള്ളൂ. സോറി സീഡോ എൻമോസ് നാൻഡായി. ഓക്കെ, അതായത് ഇങ്ങനെ വയ്ക്കാൻ നേരത്ത് എന്തോന്നായി? സീഡോ എൻമോസ് നാൻഡായി ഇങ്ങനെ വയ്ക്കാൻ നേരത്ത്. ഓക്കെ, പിന്നെ ഇത് വരയ്ക്കാം. കുറച്ച് ഈ ഒരു സാധനം വരയ്ക്കാം. 3 വരാൻ്റെ സീഡോ എൻമോസ് ആണെങ്കിൽ എന്താണ് അർത്ഥം? നമുക്ക് പിമോസ് ഇങ്ങനെ വരയ്ക്കണം, എന്നിട്ടിനെ ഗ്രൗണ്ട് ഇടണം, ഇവിടെ VDD കൊടുക്കണം. ഓക്കെ, VDD കൊടുക്കണം. എന്നിട്ട് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത് അല്ലേ? ഇതിൽ നിന്നല്ല ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതെ, ഇത് കപ്പാസിറ്റർ വെച്ച് ഗ്രൗണ്ട് ഇടുക, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് എൻമോസിൻ്റെ സെക്ഷൻ നോക്കാം. ഓക്കെ, AB+C+D ഹോൾ ബാർ. ഇത് സീരിയസ് ആയിട്ട് വരയ്ക്കുക. ഇത് പിന്നെ ഈ ഒരു കമ്പോണൻറ്റ് ഇത് സീരിയസ് ആയിട്ട് വരച്ചിട്ട് ആ സീരിയസ് ആയി വരച്ചതിൻ്റെ പാരലായിട്ട് ഇത് വരയ്ക്കുക, അതിൻ്റെ പാരലായിട്ട് ഇതും വരയ്ക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 3 സെക്ഷൻ വരും. 3 സെക്ഷൻ എന്തുകൊണ്ട്? എയും ബിയും, പിന്നെ അതിൻ്റെ പാരലായിട്ട് നമ്മൾ സിയും വരച്ച്, അതിൻ്റെ പാരലായിട്ട് നമ്മൾ എന്ത് വരച്ച്? ഡിയും വരച്ച്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗ്രൗണ്ടും ചെയ്ത് എന്താണ്? എ ബി സി ഡി. നമുക്ക് ഔട്ട്പുട്ട് എന്തുണ്ട്? ഇതന്നെ കിട്ടും, AB+C+D ഹോൾ ബാർ. ശരിയല്ലേ വരച്ചത്? അത്രേ ഉള്ളൂ. ഇവിടെ CL ഒക്കെ കപ്പാസിറ്റർ. അതുപോലെ തന്നെ ബാക്കി. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ കാസ്കേഡ് വോൾട്ടേജ് സ്വിച്ചിങ് ലോജിക് DCVS. ഓക്കെ, ഇതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യം എൻമോസിൻ്റെ സെക്ഷൻ വരയ്ക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ തന്നെ കിട്ടും. AB ബാർ, ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. എന്നിട്ട് ഇവിടെ എന്തോ വരച്ച് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ വരയ്ക്കുക, അതിൻ്റെ ഔട്ട്പുട്ടും ഇവിടെ തന്നെ കിട്ടും. ഇത് AB ബാർ ആണെങ്കിൽ അവിടെ AB എന്ന് കിട്ടും. എന്നിട്ട് ഇതെടുത്ത് നേരെ ഇവിടേക്ക് കൊടുക്കുക, ഇതിൻ്റെ അടുത്ത് നേരെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതന്നെ വരയ്ക്കാം. ആൻഡ് അല്ലെങ്കിൽ ആൻഡ്. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കണ്ടേ? ഞാനൊരുണ്ട ശരിയായില്ലേ? ഇവിടെ VDD ഉണ്ട്, ഇവിടെയും VDD ഉണ്ട്. എന്നിട്ട് വരയ്ക്കാം, നാൻഡ് വരയ്ക്കാം. നാൻഡ് നമുക്കറിയാം AB ബാറാണ്, അതിവിടെ വരയ്ക്കുക. സീരിയസ് ആയിട്ട് വരച്ചാൽ പോരെ? AB. ഓക്കെ, അപ്പം ഇവിടെ അത് പാരലായിട്ട് വരയ്ക്കാം. AB ഗ്രൗണ്ട്. അപ്പം ഇവിടെ AB കിട്ടും, ഇവിടെ AB ബാർ കിട്ടും. ഇപ്പം നാൻഡായി ആൻഡായി. സോറി നമ്മൾ നാൻഡെല്ലാം വരയ്ക്കാൻ നോക്കി, ആ ഒരു സാധനം ഇവിടെ കിട്ടും. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം നാൻഡായി
ഇവിടെ ആൻഡായി. ഓക്കെ, അത്ര ഓർത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇതും അത് അവർ പറഞ്ഞുണ്ടോ, ഇംപ്ലിമെൻറ്റ് DCVS എന്നിട്ട് AB + C + D ഹോൾ കോംപ്ലിമെൻറ്റ്. അത് നമുക്ക് വരച്ച് നോക്കാം. AB + C + D ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. ഇത് നമുക്ക് വരച്ച് നോക്കാം. A B ഇത് രണ്ട് പ്രോഡക്റ്റ് അല്ലേ, സോ സീരിയസ് ആയിട്ട് വരച്ചാൽ. ഇതിൻ്റെ പാരലായിട്ട് C വരുന്നുണ്ട്, ഇതിൻ്റെ പാരലായിട്ട് D വരുന്നുണ്ട്, എന്നിട്ട് ഗ്രൗണ്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? AB + C + D ഹോൾ ബാർ കിട്ടും. അപ്പോൾ ഇവിടെ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തോന്ന് വരയ്ക്കും? ഈ ഒരു സാധനം പാരലായിട്ട് വരയ്ക്കണം. ഈ ഒരു എന്നിട്ട് ഇതും സീരിയസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ആദ്യം D A, അതിൻ്റെ സീരിയസ് ആയിട്ട് C, അതിൻ്റെ സീരിയസ് ആയിട്ട് D, എന്നിട്ട് ഗ്രൗണ്ട്. നമുക്ക് കിട്ടിയാൽ നോക്കാം. സെയിം സാധനം ഈ സെയിം സാധനമുണ്ട് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇവിടെ VDD കൊടുക്കാൻ മറന്നുപോയി, ഇവിടെ VDD കൊടുക്കണം. നിങ്ങൾ മാറിപ്പോയി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളിങ്ങനെ കൊടുക്കാൻ നേരത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ, ഇവിടെ ABCD നമ്മളിങ്ങനെയാണ് നമ്മൾ നോർമലി പോലെ കൊടുത്ത്. പക്ഷെ ഇപ്പുറത്ത് ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ നേരത്ത് നമ്മൾ A ബാർ B ബാർ C ബാർ D ബാർ, ഇവിടെ D ആണ് കൊടുത്തെങ്കിൽ ഇവിടെ D ബാറാണ് കൊടുക്കേണ്ടത്. ഇവിടെ D ബാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ D കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തോന്ന് അവരുടെ A ബാർ കണ്ട, ബിക്കോസ് നമ്മൾ ABCD ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ കിട്ടും? AB + C + D ഇത് ഇവിടെ കിട്ടും. ഓക്കെ,